ശിവക്ഷേത്രത്തിൽ ശിവന്റെ ധ്യാനമഗ്നനായിരിക്കുന്ന ശിവനെ, നടരാജ ശിവനെ ഒക്കെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയരുത്. എന്നാൽ 99.9999% സ്ഥാനങ്ങളിലും നമ്മൾ ശിവലിംഗമാണ് പൂജിക്കുന്നത്. അത് സാധാരണ സാകാരമായ ഉപാസനയേക്കാൾ അല്പം സൂക്ഷ്മമായ ഒരു ഉപാസനയാണ്. കാരണം എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ? ലിംഗ്യത്തെ ഇത് ലിംഗം, സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ലിംഗം. കൂടുതൽ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ യൂണിഫോം ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഒരു സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന സ്കൂളിലത്തെ കുട്ടിയാ, അത് ആ കുട്ടിയുടെ ലിംഗമാണ്. അപ്പൊ ലിംഗം എന്ന് പറഞ്ഞ ബാഹ്യ ലക്ഷണം എന്നർത്ഥം. ലിംഗം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ലിംഗ്യത്തെ സൂച്യത്തെ ഇത് ലിംഗ, സൂചിപ്പിക്കുന്നത്. അപ്പൊ ശിവത്തെ സൂചിപ്പിക്കുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? ഇതിന് ആദ്യന്തങ്ങളില്ല, ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല, നിരവയവമാണ്, ഒരവയവവും ഇല്ല. ഏതാണ് ആദ്യം ഏതാ അന്തെന്ന് പറയാൻ വയ്യ. നമ്മൾ ഈ ശിവലിംഗം കാണുന്നതേ പീഠത്തിൽ ഇറക്കി വെച്ച ഭാവത്തിലാ. പീഠത്തിൽ നിന്ന് പുറത്തെടുത്ത് നോക്കിയാൽ കാണാം അതിന് ആദ്യം അന്തം ഒന്നും പറയാൻ വയ്യ. ചതുരാണോ? അല്ല. വൃത്താണോ? അല്ല. ഗോളാണോ? അല്ല. ഏതാ ഇതിന്റെ തുടക്കം, ഏതാ ഇതിന്റെ അവസാനം? ആദ്യവസാനങ്ങളില്ല. ഇങ്ങനെ ആദ്യവസാനരഹിതമായ, ഇന്നതെന്ന് പറയാനൊക്കാത്ത, നിരതിശയമായതാണ് ശിവതത്വം എന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ് ശിവലിംഗം ചെയ്യുന്നത്.